ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചത് വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന വിഷയമായി. ദൈവം നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് പരിശോധിച്ച് പല ടെസ്റ്റുകളിട്ട് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു. അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ ചിന്തിച്ചത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. അതോ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല, നമ്മൾ വായ് കൊണ്ട് ഏറ്റുപറയണമെന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റുപറയണം, അത് സംഭവിക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് ദൈവം പരിശോധിക്കുകയും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരേണ്ടതിന് ദൈവം പല ടെസ്റ്റുകൾ ഇടുകയും ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസവും ദീർഘക്ഷമയും. അഥവാ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. എബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം ഞാൻ വായിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അപ്പോൾ വാഗ്ദത്തങ്ങളെ അവകാശമാക്കണമെങ്കിൽ രണ്ട് കാര്യം ഇവിടെ പറയും. വിശ്വാസം വേണം, ദീർഘക്ഷമയും വേണം. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കും. അഥവാ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് അവകാശമായി മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മളത് വിശ്വസിക്കണം. ഈ വാഗ്ദത്തങ്ങൾ എനിക്കുള്ളതാണെന്നും ഈ വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റുമെന്നും നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടായില്ല വിശ്വാസമുള്ളയാൾ ആരിൽ വിശ്വസിക്കുന്നുവോ ആ ആള് ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം അത് ചെയ്തു തരുന്നതെന്നോട് അറിയണം. എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിവൃത്തിയാക്കി തരത്തില്ല. നമ്മളെല്ലാ കാര്യത്തിനും ധൃതിയുള്ളവരാണ്. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ധൃതിയാണ്. ആർക്കും ഒരു ക്ഷമയുമില്ല. ഒന്നിനു വേണ്ടിയും ക്ഷമിച്ചിരിക്കാൻ മനുഷ്യന് മനസ്സില്ല. ഒന്നിനു വേണ്ടി കാത്തിരിക്കാൻ മനുഷ്യന് മനസ്സില്ല. അക്ഷമയാണ്. നമ്മൾ റോഡിലോട്ടിറങ്ങിയാൽ ക്ഷമയില്ലാത്ത മനുഷ്യരെയാണ് കാണുന്നത്. റോഡിൻ്റെ വശം തെറ്റി വണ്ടി ഓടിക്കുക, ക്ഷമയില്ലാതെ. ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യരുത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ധൃതിയാണ് മനുഷ്യന്, കാത്തിരിക്കാൻ സമയമില്ല. ഇടത്തോട് ഓവർടേക്ക് എത്ര അപകടങ്ങളാണ് വരുത്തി വെക്കുന്നത്. റെഡ് ലൈറ്റിന് വണ്ടി നിർത്തണമെന്നറിയാം, പക്ഷെ ചിലർക്ക് ക്ഷമയില്ല. റെഡ് ലൈറ്റിലൂടെ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെടുകയാണ്. സ്പീഡ് ലിമിറ്റുകളുണ്ട്. എന്നാൽ ക്ഷമയില്ലാത്ത മനുഷ്യർ അതിവേഗം ഓടി അപകടങ്ങളിൽ പെടുകയാണ്. വഴിയിൽ താക്കീതുകൾ തരുന്ന ബോർഡുകളുണ്ട്, വായിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. മനുഷ്യർ അക്ഷമരായി കൊടുക്കുകയാണ്. കൊച്ചുകുട്ടികൾ മുതൽ അക്ഷമരാണ്. 10ാം ക്ലാസ്സിൽ തോറ്റു, പെട്ടെന്ന് അക്ഷമരായി തീരുകയാണ്. അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നില്ല, തോറ്റു കഴിഞ്ഞു, നിരാശയായി, ഇനി അങ്ങോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലർക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് കോപം വരുന്നു. കോപത്തിന് അടിമപ്പെട്ട് എത്രയോ കൊലപാതകങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആവശ്യമില്ലാത്ത എത്രയോ ദുരന്തങ്ങളാണ് മനുഷ്യന് ക്ഷമയില്ലാത്തതുകൊണ്ട് നടക്കുന്നത്. ഒന്ന് ക്ഷമിക്കാൻ മനസ്സില്ല, ഒന്ന് വെയിറ്റ് ചെയ്യാൻ മനസ്സില്ല, കാത്തിരിക്കാൻ മനസ്സില്ല. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ മനുഷ്യന് സമയമില്ല. മനുഷ്യനതിന് ഒരുക്കമല്ല. എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കണം, ഇൻസ്റ്റൻ്റായിട്ടെല്ലാം നടക്കണം. ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളോടായിരിക്കാം അത്. ഇന്നെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന കാലമാണ്. ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് ടീ, ഇൻസ്റ്റൻറ്റ് നൂഡിൽ, എല്ലാം ഇൻസ്റ്റൻ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഫാസ്റ്റ് ഫുഡുകൾ. മനുഷ്യന് വേഗത കൂടി, ആർക്കും സമയമില്ല. ഇതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയും
ക്ഷമയോടെ കാത്തിരിക്കാൻ ആളുകൾ തയ്യാറല്ല. യെശയ്യാപ്രവചനം 64 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ പറയുന്നു, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. എൻ്റെ ദൈവം പറഞ്ഞതാണ്. എൻ്റെ ദൈവം പൊളി പറയത്തില്ല. എൻ്റെ ദൈവം എന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വാക്ക് തന്നിട്ടുള്ള കാര്യമാണെങ്കിൽ സമയമാകുമ്പോൾ ദൈവം അത് ചെയ്തു തരും. ആ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം. അപ്പോൾ വാഗ്ദത്തങ്ങളില്ലാത്തതല്ല കുഴപ്പം, ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും അത് ലഭിക്കുന്നത് വരെ വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യും. ക്ഷമയില്ലാത്തത് കൊണ്ട്, കാത്തിരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് സംഭവിച്ച ചില ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ലോകത്ത് നടന്ന ആദ്യത്തെ കൊലപാതകം നടന്നത് ക്ഷമിക്കാൻ മനസ്സില്ലാത്ത, കാത്തിരിക്കാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യൻ്റെ പ്രതികരണമാണ്. കായീനും ഹാബേലും യാഗം കഴിച്ചു. ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. കായീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 4:5 വായിക്കുന്നത്, കായീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി. കായീൻ കോപിക്കുക. ദൈവം തൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് തിരുത്തിയാൽ പോരായോ? എന്തുകൊണ്ടാണ് യാഗത്തിൽ പ്രസാദിക്കാഞ്ഞത്? ദൈവത്തോട് കാരണം ചോദിച്ച് മനസ്സിലാക്കണം. അല്ലേ ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിക്കാനുള്ള കാരണം എന്തുവാണ്? അത് കണ്ട് മനസ്സിലാക്കണം. പക്ഷെ അവൻ കോപിക്കുക. ദൈവം അവനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവം കായീനോട് ചോദിക്കും, നീ എന്തിനാണ് കോപിക്കുന്നത്? നീ നന്മ ചെയ്തിരുന്നെങ്കിൽ നിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കത്തില്ലായിരുന്നു. നീ കോപിച്ചിട്ട് കാര്യമില്ല. നീ കോപിച്ചാൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു. ദൈവം അവനെ ശാന്തമാക്കാൻ വളരെ ശ്രമിച്ചു. പക്ഷേ 4 അധ്യായം 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. പെട്ടെന്ന് കോപത്തിന് അടിമപ്പെട്ട് കായീൻ ദൈവം പറഞ്ഞൊന്നും ചിന്തിക്കാതെ ഹാബേലിനെ കൊന്നു. എന്താ കാര്യം? ക്ഷമയോടെ കാത്തിരിക്കാൻ സമയമില്ല. അക്ഷമയന പെട്ടെന്ന് കോപത്തിന് അടിമപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് കാത്തിരിക്കാൻ സമയമില്ലായിരുന്നു. മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. 40 ദിവസമായിട്ട് മോശ മടങ്ങി വരുന്നില്ല. കാത്തിരിക്കാൻ മനസ്സില്ല. 40 ദിവസം കാത്തിരിക്കാൻ മനസ്സില്ല. അതുവരെ നോക്കിയിരിക്കാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കൾ പെട്ടെന്ന് മോശയോട് പറയുകയാണ്, ഞങ്ങളെ കൊണ്ടുവന്ന് മോശയെ കാണാനില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളെ നടത്തേണ്ടതിന് ഞങ്ങളുടെ മുമ്പിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. പെട്ടെന്ന് അവരുടെ കാതിലുണ്ടായിരുന്ന ആഭരണങ്ങളും എല്ലാം കൂടെ ഉരുക്കിയെടുത്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ദൈവമാക്കി അവരതിൻ്റെ മുൻപിൽ ആരാധന നടത്തുകയാണ്. പുറപ്പാട് പുസ്തകം 32 അധ്യായം 1 വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് അഹരോനോട് പറയുകയാണ്. താമസിക്കാൻ, കാത്തിരിക്കാൻ മനസ്സില്ല. കാത്തിരിക്കാൻ മനസ്സില്ലാതെ കുട്ടി ദൈവങ്ങളെ അവരുണ്ടാക്കുകയാണ്. അബ്രഹാം ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ മനസ്സില്ലാതെ ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ അബ്രഹാമിന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചതാണ്, എലയാസർ അതിൻ്റെ അവകാശിയാകത്തില്ല, നിനക്ക് ഒരു മകനെ തരാമെന്ന് ദൈവം വാഗ്ദത്തം കൊടുത്തതാണ്. പക്ഷെ കുറച്ച് നാൾ കാത്തിരുന്നിട്ടും അബ്രഹാമിന് മകനുണ്ടാകാതെ വന്നപ്പോൾ അബ്രഹാം സാറയുടെ വാക്ക് കിട്ടും. സാറ പറഞ്ഞു, എനിക്ക് മക്കളൊന്നും ഉണ്ടാകുന്നില്ല, ഒരു കാര്യം ചെയ്യ്, എൻ്റെ ദാസിയായ ഹാഗാറിനെ നീ ഭാര്യയായിട്ട് സ്വീകരിച്ചോളാൻ പറഞ്ഞു. അബ്രഹാം അങ്ങനെ ഹാഗാറിൻ്റെ അടുക്കൽ പോയി. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 2 വാക്യം, അബ്രഹാം
സാറായുടെ വാക്ക് അനുസരിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാതെ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സാറയുടെ വാക്കനുസരിച്ച് ഇശ്മായേലിനെ ജനിപ്പിച്ചു. ഇശ്മായേലിൻ്റെ ജനനം കൊണ്ട് വന്ന തിക്താനുഭവങ്ങൾ ഇപ്പോഴിവിടെ വർണ്ണിക്കുന്നില്ല. ആ കുടുംബത്തിലുണ്ടായ പ്രയാസങ്ങൾ പോകട്ടെ, ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി നമുക്കറിയാം. ഇശ്മായേലിൻ്റെ ജനനം കൊണ്ട് സംഭവിച്ച തിക്ത അനുഭവം ഇന്നും ലോകത്തെ അലട്ടുകയാണ്, ബാധിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? വാഗ്ദത്തത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ അബ്രഹാം തയ്യാറായില്ല. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നില്ല. യാക്കോബിന് സംഭവിച്ച പിഴവെന്താണ്? യാക്കോബ് ജനിക്കുന്നതിന് മുൻപ് തന്നെ, അവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞതാണ്. റോമാലേഖനം 9-ാം അധ്യായം 11-ാം വാക്യം. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവത്തിൻ്റെ നിർണയങ്ങൾ പ്രവർത്തികൾ നിമിത്തമല്ല എന്ന് വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ദൈവം യാക്കോബിൻ്റെ അമ്മയോട് പറഞ്ഞതാണ്. അഥവാ യാക്കോബ് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ അനുഗ്രഹം അവന് വരുമെന്ന് ദൈവം അവൻ്റെ അമ്മയോട് പറഞ്ഞതാണ്. പക്ഷേ അവൻ്റെ അമ്മയ്ക്കും അവനും മനസ്സില്ല ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ. ദൈവം വച്ചിരിക്കുന്ന വാഗ്ദത്തം ദൈവത്തിൻ്റെ സമയത്ത് വരേണ്ട വഴിയെ വരുമെന്ന് വിശ്വസിക്കാതെ യാക്കോബ് അനുഗ്രഹത്തിന് വേണ്ടി ചതിപ്രയോഗങ്ങൾ ചെയ്യുകയാണ്. ജ്യേഷ്ഠനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം മേടിച്ചു, അപ്പനെ കബളിപ്പിച്ച് അപ്പൻ്റെ അനുഗ്രഹം തട്ടിയെടുത്തു. പക്ഷേ യാക്കോബിൻ്റെ തുടർന്നുള്ള ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ ദുരന്തങ്ങൾ യാക്കോബിനെ വേട്ടയാടുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങളെല്ലാം വേട്ടയാടുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ചതിപ്രയോഗങ്ങളാണ്. എന്തിനായി ചതിവ് പ്രയോഗിച്ചത്? അയ്യോ, ദൈവം എനിക്ക് പറഞ്ഞ വാഗ്ദത്തം തട്ടിയെടുക്കാനാണ്. ദൈവമാണ് യാക്കോബിന് അനുഗ്രഹം വാഗ്ദത്തം ചെയ്തതെങ്കിൽ യാക്കോബ് അതിനുവേണ്ടി ഒരു ചതിവും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ വഴിയെ കൂടെ ദൈവം അനുഗ്രഹങ്ങളെല്ലാം യാക്കോബിന് നൽകുമായിരുന്നു. പക്ഷെ ധൃതി കൂടി, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ മനസ്സില്ല. നമ്മെ ബാധിച്ചിരിക്കുന്ന, തലമുറയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പിഴവാണിത്. കാത്തിരിക്കാൻ ആർക്കും മനസ്സില്ല. ദൈവമക്കൾക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമാണിത്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ ആർക്കും മനസ്സില്ല. എല്ലാ പ്രശ്നവും അവരുദ്ദേശിക്കുന്ന സമയത്ത് പരിഹാരം ഉണ്ടാകണം. ദൈവം വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കായി ടെസ്റ്റുകൾ ഇടുമ്പോൾ അത് മനസ്സിലാക്കാതെ വെപ്രാളപ്പെടുകയാണ്. ദൈവം ഒരു കാര്യം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. എന്തെല്ലാം അസാധ്യതകൾ അതിൻ്റെ മുൻപിലുണ്ടെങ്കിലും, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് നടന്നില്ലെങ്കിലും, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവം അത് നിവർത്തിക്കുമെന്ന് വിശ്വസിക്കണം. കാര്യങ്ങൾ താമസിക്കുമ്പോൾ പിശാച് പറയുന്ന ഒരു നുണയുണ്ട്. ദൈവം നിൻ്റെ കാര്യം മറന്നുപോയി. ഇല്ല, ദൈവം ഒരിക്കലും മറക്കത്തില്ല. ദൈവവചനം പറയുന്നു, ഒരു പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഇല്ല. പക്ഷെ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. വിശ്വസിക്കണം. എൻ്റെ പ്രാർത്ഥന മറക്കാത്തൊരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന മറന്നുപോയാലും ദൈവം ആ പ്രാർത്ഥനകൾ മറക്കത്തില്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി വരും. താമസിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നും, ദൈവം എന്നെ മറന്നു കളഞ്ഞതാണെന്നും, ദൈവം എന്നെ ഉപേക്ഷിച്ചതാണെന്നും, എന്താ ഇത്ര കാലതാമസമെന്നും ഒന്നും ചിന്തിക്കരുത്. പിശാച് പറയുന്ന നുണ വിശ്വസിക്കരുത്. എൻ്റെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ, എൻ്റെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അത് ചെയ്യും. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവൻ പൊളി പറയുന്നവനല്ല, പ്രലോഭിപ്പിക്കുന്നവനല്ല, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്നവനല്ല. പക്ഷേ വിശ്വാസത്താൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. കാത്തിരുന്ന ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന 2 പേര്. ഒന്ന് യോസേപ്പ്.
യോസേപ്പിന് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ ദൈവം ഒരു സ്വപ്നം കൊടുത്തതാണ്. ആ സ്വപ്നം യോസേപ്പ് സഹോദരന്മാരോട് പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് കറ്റ കെട്ടുകയായിരുന്നു. എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, നിങ്ങളുടെ കറ്റ എല്ലാം കൂടെ എഴുന്നേറ്റ് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. ഇത് കേട്ട സഹോദരന്മാർക്ക് ദേഷ്യം വന്നു. 37:8 വായിക്കുന്നത് സ്വപ്നം നിമിത്തം ദേഷിച്ചെന്ന്. യോസേപ്പിനുണ്ടായ സ്വപ്നം നിമിത്തം, ദൈവം അവന് കൊടുത്ത വാഗ്ദത്തം നിമിത്തം സഹോദരന്മാർ അവനെ ദേഷിപ്പിച്ചു. അവർ ചോദിച്ചു, നീ ഞങ്ങൾക്ക് രാജാവാകുമോ? നീ ഞങ്ങളുടെ രാജാവൊന്നും ആകാൻ പോകുന്നില്ല. അന്ന് മുതൽ യോസേപ്പിനെ അപായപ്പെടുത്താൻ ഇവർ മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോസേപ്പ് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് അവരാടിനെ തീറ്റുന്ന സ്ഥലത്തേക്ക് ചെന്നു. യോസേപ്പ് ദൂരേന്ന് വരുന്ന കണ്ടപ്പോഴേ സഹോദരന്മാർ വരുന്നു, താണ്ട സ്വപ്നക്കാരൻ വരുന്നു, ഇന്ന് നമുക്കവനെ പിടിച്ച് കൊല്ലണം, അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്കറിയാമല്ലോ. മനസ്സിലാക്കണം, ആരെല്ലാം നമ്മുടെ സ്വപ്നങ്ങൾ തകർക്കാൻ പദ്ധതിയിട്ടാലും, ആരെല്ലാം വെല്ലുവിളിച്ചാലും ദൈവം സമയമാകുമ്പോൾ ആ സ്വപ്നങ്ങൾ സാഫല്യമാക്കുന്നവനാണ്. സഹോദരന്മാർ അവൻ്റെ സ്വപ്നങ്ങൾ എന്താകും നമുക്കൊന്നും അറിയാമല്ലോ. അവനെ കൊല്ലാൻ ശ്രമിച്ച് അവസാനം ഒരു തീർപ്പിലെത്തി കൊല്ലണ്ട, പൊട്ടക്കിണറ്റിട്ടാൽ മതി. വലിയ സ്വപ്നങ്ങളുമായി, വലിയ ദർശനവുമായി, ദൈവം കൊടുത്ത വാഗ്ദത്തവുമായി നടന്ന യോസേപ്പ് ഇപ്പോൾ പൊട്ടക്കിണറ്റി കിടക്കുക. പൊട്ടക്കിണറ്റിൽ നിന്ന് യോസേപ്പ് ഒരടിമയായി വിൽക്കപ്പെട്ടു. പൊത്തിഫേറിൻ്റെ വീട്ടിലെ ജോലിക്കാരനായിട്ട് മാറി. ഒടുവിൽ പൊത്തിഫേറിൻ്റെ ഭാര്യ യോസേപ്പിനെക്കുറിച്ച് അപവാദം പറഞ്ഞു. ആ അപവാദം അവനെ കാരാഗൃഹത്തിലെത്തിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത യോസേപ്പ് 13 വർഷം കാരാഗൃഹത്തിൽ കിടന്നു. കാരാഗൃഹത്തിൽ വെച്ച് രാജാവിൻ്റെ അപ്പവാഹകൻ്റെയും പാനപാത്രവാഹകൻ്റെയും അവരുടെ തലവന്മാരായിരുന്നവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. പാനപാത്രവാഹകരുടെ പ്രമാണി അവൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ യോസേപ്പ് അവനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് ഓർത്തോണമെന്ന് പറഞ്ഞു. അവൻ കാരാഗൃഹത്തിൽ മോചിതനായ കൊട്ടാരത്തിൽ ചെന്നു. പക്ഷെ സൗകര്യപൂർവ്വം അവൻ യോസേപ്പിനെ മറന്നു. 40 23 വാക്യത്തിൽ കാണുന്നു, അവൻ യോസേപ്പിനെ മറന്നു. പക്ഷേ ദൈവം യോസേപ്പിനൊരു വാഗ്ദത്തം കൊടുത്തതാണെങ്കിൽ ആരെല്ലാം മറന്നാലും, ആരെല്ലാം ആ സ്വപ്നം തകർക്കാൻ ശ്രമിച്ചാലും ദൈവം വഴികൾ ഒരുക്കി ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കും. 41 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പാനപാത്രവാഹകരുടെ പ്രമാണി പറയുകയാണ്, ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്ന, എപ്പോഴേ ഓർത്തെന്നറിയാമോ? രാജാവ് ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. തനിക്ക് തൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പാനപാത്രവാഹകരുടെ പ്രമാണി ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ജയിലിൽ കിടന്നപ്പോൾ യോസേപ്പ് എന്ന് പറയുന്നൊരു മനുഷ്യനെ പരിചയപ്പെടുത്തി, അവനാണ് എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ച് തന്നത്, അവൻ രാജാവിൻ്റെ സ്വപ്നവും വ്യാഖ്യാനിച്ച് തരുമെന്ന് പറഞ്ഞ് യോസേപ്പിനെ പരിചയപ്പെടുത്തി. ഫറവോൻ ആളയച്ച് യോസേപ്പിനെ വരുത്തി. യോസേപ്പ് ഫറവോൻ്റെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു. കഥ നീട്ടുന്നില്ല, ചുരുക്കത്തിൽ പറയാം. 41 അധ്യായത്തിന് 43 വാക്യമായപ്പോൾ യോസേപ്പിനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. 41 46 പറയുന്നു, യോസേപ്പ് മിസ്രയീമിലെ മേലധികാരിയായിട്ട് നിയമിക്കപ്പെടുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. 30ാമത്തെ വയസ്സിലാണ് അവൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായത്. പക്ഷെ എന്ന് കണ്ട സ്വപ്നമാണെന്നറിയാമോ? 17ാമത്തെ വയസ്സ്. 17ാമത്തെ വയസ്സിൽ ദൈവം ഒരു സ്വപ്നം യോസേപ്പിന് കൊടുത്തെങ്കിൽ, ഒരു വാഗ്ദത്തം കൊടുത്തെങ്കിൽ ക്ഷമയോടെ യോസേപ്പ് കാത്തിരുന്നു. പൊട്ടക്കിണറ്റിൽ വീണപ്പോഴും യോസേപ്പ് പതറിയില്ല. പൊത്തിഫേറിൻ്റെ ഭാര്യ അപവാദം പറഞ്ഞപ്പോഴും യോസേപ്പ് പതറിയില്ല. കാരാഗൃഹത്തിൽ കിടന്നപ്പോഴും യോസേപ്പ് പതറിയില്ല. യോസേപ്പിൻ്റെ വിശ്വാസം ക്ഷയിച്ചില്ല. ദൈവമാണ് എനിക്ക് സ്വപ്നം തന്നതെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ, ദൈവത്തിൻ്റെ സമയത്ത് അത് സാധ്യമാക്കി തരുമെന്ന് വിശ്വസിച്ചു. യോസേപ്പ് മിസ്രയീം ദേശത്തിനെല്ലാം അധിപതിയായി ഉയർത്തപ്പെട്ടെങ്കിൽ വിശ്വസിക്കണം, ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആരെല്ലാം അത് തടയാൻ ശ്രമിച്ചാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ഓർക്കേണ്ട പലരും മറന്നെന്ന് വന്നാലും, വാഗ്ദത്തം ചെയ്ത ദൈവം അത് മറക്കത്തില്ല.
ദൈവം വഴികൾ ഒരുക്കി, മുഖാന്തരങ്ങൾ ഒരുക്കി, ദൈവം പറഞ്ഞിടത്ത് കൊണ്ടെത്തിക്കുമെന്ന് വിശ്വസിക്കണം. രണ്ടാമത്, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്ന മനുഷ്യനാണ് ദാവീദ്. ശൗലിന് ശേഷം രാജാവാകേണ്ടതിന് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. ശമൂവേൽ പ്രവചനം 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തതാണ്. പക്ഷേ ദാവീദ് അത് കഴിഞ്ഞ് ആട്ടിടയനായിട്ടങ്ങ് പോവാം. അഭിഷേകം ചെയ്യപ്പെട്ട ഉടൻ തന്നെ രാജസ്ഥാനം കിട്ടിയില്ല. നിലവിലുള്ള രാജാവിനെ അവിടുന്ന് പുറത്താക്കാൻ ദാവീദ് ശ്രമിക്കുന്നുമില്ല. അതിനുശേഷം ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്നു. ശൗലിന് ദുരാത്മാവിൻ്റെ ബാധയുണ്ടാകുമ്പോൾ ദാവീദ് കിന്നരം വായിച്ച് അവനെ ആശ്വസിപ്പിക്കുന്നു. പക്ഷെ ശൗൽ എപ്പോഴും ദാവീദിനെ ഭയപ്പെടുകയാണ്. ദാവീദിനെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. 1 ശമൂവേൽ 18:11 ശൗൽ ദാവീദിനെതിരെ കുന്തമെറിയുകയാണ്. പലവട്ടം ദാവീദിനെ കൊല്ലാൻ ശൗൽ ശ്രമിച്ചു. പക്ഷെ 1 ശമൂവേൽ 18:14 വായിക്കുന്ന ഇങ്ങനെയാണ്: യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ദാവീദ് പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകേണ്ടി വന്നു. നോബിലെ പുരോഹിതൻ്റെ അടുത്ത് പോകേണ്ടി വന്നു. അവിടുന്ന് അദുല്ലാം ഗുഹയിൽ പോയി ഒളിക്കേണ്ടി വന്നു. അവിടെ വച്ചൊക്കെ ശൗലിനെ കൊല്ലാൻ പല അവസരങ്ങൾ ദാവീദിന് കിട്ടിയതാണ്. പക്ഷെ ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ തൊടത്തില്ല. ദൈവം എന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷെ ശൗല് എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുക, അതും എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം അറിയാം, ദൈവമാണ് അഭിഷേകം ചെയ്തതെങ്കിൽ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവത്തിൻ്റെ സമയത്ത് രാജത്വം എനിക്ക് തരുമെന്ന് ദാവീദ് വിശ്വസിച്ചു. ശൗല് എത്ര വട്ടം ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ദാവീദ് തിരിഞ്ഞു കുത്തിയില്ല. ശൗലിനെതിരെ യാതൊന്നും ചെയ്തില്ല. കാരണം ദാവീദിൻ്റെ മനസ്സ് പറഞ്ഞു, ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം വഴി തുറക്കും. ഇടയ്ക്ക് നിരാശ വന്നിട്ടുണ്ട്. 1 ശമൂവേൽ 27:1 ദാവീദ് വളരെ നിരാശയോടെ പറയുന്നൊരു വാചകമുണ്ട്: ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കത്തേ ഉള്ളൂ. പക്ഷെ വിശ്വസിക്ക്, ദാവീദിന് നിരാശ വന്നെങ്കിലും ദൈവം പറഞ്ഞ പദ്ധതി ദൈവം ഉപേക്ഷിച്ചില്ല. ചിലപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാൻ സമയമായി എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് നടക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകും. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് നിരാശയുണ്ടാകും, സംശയമുണ്ടാകും. ദാവീദിന് സംശയമുണ്ടായി. പക്ഷെ ദൈവം ദാവീദിനോട് കൂടെയിരുന്നു. 31-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ശൗല് മരിക്കുക. ദൈവമാണ് അതിനുള്ള വഴികൾ ഒരുക്കിയത്. 2 ശമൂവേൽ 2:4 നമ്മൾ വായിക്കുന്നു: യഹൂദ പുരുഷന്മാർ വന്ന് ദാവീദിനെ അവരുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര വർഷമായെന്നറിയാമോ? ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് 15 വർഷം കഴിഞ്ഞാണ് യഹൂദയുടെ രാജാവായിട്ട് ദാവീദ് അധികാരമേൽക്കുന്നത്. 15 നീണ്ട വർഷത്തെ കാത്തിരിപ്പ് വേണമായിരുന്നു. അപ്പോഴും ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായിട്ടില്ല. 15 വർഷം കാത്തിരുന്നപ്പോൾ യഹൂദ എന്ന രാജാവായി. എന്നാൽ 2 ശമൂവേൽ 5:3 നമ്മൾ വായിക്കുന്നത് അവൻ ഇസ്രായേലിന് മുഴുവൻ രാജാവായി. അപ്പോൾ പിന്നെ 7 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. നോക്കുക, വാഗ്ദത്തമുണ്ട്, പക്ഷെ ക്ഷമയോടെ അതിനുവേണ്ടി കാത്തിരിക്കണം. ദൈവത്തിനൊരു സമയമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു പ്രത്യേക സമയമുണ്ട്. എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ഓരോ മനുഷ്യനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ നിർണയങ്ങൾ, ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ദൈവത്തിനൊരു സമയമുണ്ട്. എൻ്റെ സമയമല്ല നിങ്ങളുടെ സമയം, നിങ്ങളുടെ സമയമല്ല വേറൊരാളുടെ സമയം. ഓരോരുത്തരെക്കുറിച്ചും ദൈവം നിശ്ചയിച്ചിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ അവരവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം നിറവേറ്റും. അതിനിടയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും, ആരെല്ലാം വെല്ലുവിളിച്ചാലും, ആരെല്ലാം പൊട്ടക്കിണറ്റിലോട്ട് എറിഞ്ഞാലും, ആരെല്ലാം അപവാദം പറഞ്ഞാലും, എത്ര കാത്തിരിപ്പ്
നീണ്ടുപോയാലും ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം അഭിഷേകം ചെയ്തതാണെന്ന് പറഞ്ഞ് ദാവീദ് ശൗലിനെതിരെ ഒന്നും ചെയ്യുന്നില്ല. ദാവീദ് ക്ഷമയോടെ കാത്തിരുന്നു. ക്ഷമയില്ലാതിരുന്നത് കൊണ്ട് ശൗലിന് തൻ്റെ രാജത്വം നഷ്ടമായെങ്കിൽ ദീർഘക്ഷമയോടിരുന്നത് കൊണ്ട് ദാവീദിൻ്റെ രാജത്വം ദൈവം സ്ഥിരമാക്കി കൊടുത്തു. മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രേക്ഷകരെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവം നിവർത്തിക്കും. വിശ്വസിക്കണം. നമ്മുടെ സമയമല്ല. സമയം ദീർഘിച്ചു പോകുന്നു. നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. പിശാച് പറയുന്ന നുണ വിശ്വസിക്കേണ്ട. ദൈവം നിങ്ങളോട് മറന്നിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. അവൻ വാക്ക് പറഞ്ഞാൽ നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സമയത്ത് എല്ലാ കാര്യവും ചെയ്തു തരുമെന്ന് വിശ്വസിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ദിവ്യമായ നടത്തിപ്പുകൾക്കായിട്ട്, വാഗ്ദത്തങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഞങ്ങൾ നിരാശപ്പെടുകയും സംശയമുണ്ടാകുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പലരും കാത്തിരിക്കാതെ തങ്ങളുടെ അവകാശം നഷ്ടമാക്കിയത് ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്കത് സംഭവിക്കാതെ യോസേപ്പ് കാത്തിരുന്നത് പോലെ, ദാവീദ് കാത്തിരുന്നത് പോലെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. തുടർന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബേത്ലഹേം മിനിസ്ട്രീസ്, താമല്ലാക്കൽ PO, ഹരിപ്പാട്. പിൻകോഡ് 690549. ഫോൺ 9605521715, 0479241981. ഇമെയിൽ pastorphilippithomas@gmail.com.